അതായത് ഞാൻ കൊള്ളത്തൊന്നുമില്ലെന്ന്, ഞാൻ പള്ളിയിലോട്ടൊന്നുമില്ല. കാരണം എന്താ? ഞാൻ കൊള്ളത്തില്ല. ഞാൻ ഈ എനിക്ക് ഒത്തിരി പാപമുണ്ട്, അതുകൊണ്ട് ഞാനില്ല. എൻ്റെ കുഞ്ഞെ, ഒത്തിരി പാപമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പള്ളി. അത് കുമ്പസാരക്കൂട് കിടക്കുന്ന സ്ഥലമാണ്. കരുണയുടെ കൂടാരം കാത്തിരിക്കുന്ന ഇടമാണ് പള്ളി. പാപബോധം നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും പോകാനുള്ളതല്ല. കർത്താവിൽ നിന്ന് അകലാനുള്ള കാരണമല്ല ക്രിസ്ത്യാനിക്ക് പാപബോധം. മറിച്ച് പാപബോധം വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമാണ്. ക്രിസ്ത്യാനിക്ക് പാപബോധം വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമാണ്. അത് ഓർത്തേക്കണേ. ഒത്തിരി പേര് ഇന്നിപ്പോൾ ഞാൻ ഈയിടെയൊക്കെ ധ്യാനത്തിനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഫ്രീ തിങ്കേഴ്സ് അവർ വല്ലാണ്ട് പറഞ്ഞു പരത്തിക്കൊണ്ട്, നേരത്തെ തൊട്ടേ ഉള്ള ഒരു ആരോപണമാണ് ക്രിസ്ത്യാനികൾക്ക് മേൽ. ഇപ്പോൾ അത് കൂടുതലായിട്ട് അവരെ ജനകീയമാക്കാൻ നോക്കുന്നൊരു ചിന്ത, ഈ ക്രിസ്തീയ മതം, ക്രിസ്തീയത മനുഷ്യരിൽ പാപബോധം കുത്തിവെക്കുന്നു. പാപബോധം കുത്തിവെക്കുകയല്ല, ദൈവസാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക്, വചനത്തിൻ്റെ ചാരത്തേക്ക്, വിശുദ്ധ കുർബാനയുടെ ചാരത്തേക്ക് ഒക്കെ മനുഷ്യൻ വരുമ്പോൾ സ്വാഭാവികമായി പാപബോധം ഉണരുകയാണ്. ഇനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പാപബോധം കുറ്റബോധമോ നിരാശയല്ല. കാരണം എന്താ? പാപബോധം വന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടൊരു സാധ്യതയുണ്ട് നമുക്ക്. അതെന്താ? അത് കുമ്പസാരക്കൂട്, കർത്താവിൻ്റെ കരുണ അനുഭവിക്കാനുള്ള ഇടം. അങ്ങനെ വരുമ്പോൾ പാപബോധം നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമാണ്, ഒന്നിൻ്റെയും അവസാനമല്ല. അങ്ങനെ തിരിച്ചറിയണം.